നമസ്കാരം. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ്. ഇന്നത്തെ പതിവ് എന്താ വെച്ചാല് മഹാ ഉത്സവ നേരവും പഞ്ചമിതിഥി ടൈമിങ്സും ആണ് പകർന്നു തരാൻ പോകുന്നത്. പഞ്ചമിതിഥി ഇന്നേലിരുന്ന് വൈകുന്നേരത്തെ സ്റ്റാർട്ടാവും. മഹാ ഉത്സവ നേരം എന്താണെന്ന് നമ്മുടെ വീഡിയോ കണ്ടിന്യൂസ്ലി ഫോളോ ചെയ്ത് വരുന്നവർക്ക് അറിയാം. ഉഗ്രദൈവങ്ങളുടെ അരുൾ കിട്ടാനുള്ള നേരം. ഈ നേരത്തില് നമ്മൾക്കിഷ്ടമുള്ള ഉഗ്രദൈവങ്ങൾ ലൈക്ക് വരാഹി അമ്മൻ, കാളി, പ്രത്യുങ്കരാദേവി, മാഷാണി അമ്മൻ, നമ്മൾക്ക് അടുപ്പമുള്ള ദൈവങ്ങളെ നമ്മൾ വഴിപെടുമ്പോൾ ആ ദൈവങ്ങൾക്കെന്നേ കൊടുക്കപ്പെട്ട നേരമാണ് ഈ ഉത്സവ നേരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വഴിപാട് ചെയ്യുമ്പോൾ അവരുടെ അരുൾ പൂർണ്ണമായിട്ടും നമുക്ക് വന്നു ചേരും. നമ്മൾ ചോദിക്കുന്നത് 3 മണി നേരത്തിൽ നടത്തിത്തരുന്ന അതിശക്തമായ പവർഫുൾ ആയിട്ടുള്ള ഒരു നേരമാണിത്. കൂടെ ഈ വഴിപാടും കൂടെ ചെയ്യുമ്പോൾ 3 മണി നേരത്തിനുള്ളിൽ നിങ്ങൾ എന്താവശ്യപ്പെടുന്നുവോ അത് ഉഗ്രദൈവം നടത്തിത്തരുന്നതാണ്. അതിനുള്ള ശക്തി മീൻസ് പവർ അതിനിരിക്കുന്നുണ്ട്. മഹാ ഉത്സവ നേരം സ്റ്റാർട്ടായി കഴിഞ്ഞു. ടൈം നോക്കും മുന്നേ ഇത് പഞ്ചമിതിഥി അപ്ഡേറ്റ് ആണ്. ഇന്ന് ഒരു ദിവസം കൂടെ മാത്രമേ ടൈം ഉള്ളൂ. ഇന്ന് 27-ാം തീയതി രാത്രി 10 മണിക്കുള്ളിൽ നിങ്ങൾ പൂജ വഴിപാട് എന്നിവയ്ക്ക് പേരുകൾ കൊടുത്തോളുക. സോ നമ്മുടെ വീഡിയോ കണ്ടിന്യൂസ്ലി കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാം പഞ്ചമിതിഥി പൂജ വഴിപാട് എന്നിവയുടെ ഫോർമാലിറ്റിയെ പറ്റി. പുതുതായി വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കും കൊടുക്കണം പേരുകൾ എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തോളുക. അപ്പോൾ ഓൾ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് റിപ്ലൈ ആയി വരുന്നതാണ്. ആദ്യം എല്ലാം അറിഞ്ഞോളുക, മനസ്സിലാക്കിക്കൊള്ളുക. വേണ്ടും പക്ഷത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരുകൾ കൊടുക്കാവുന്നതാണ്. അങ്ങനെ പേര് കൊടുക്കുന്നവര് പേര്, നക്ഷത്രം, ഡേറ്റ് ഓഫ് ബർത്ത്, സ്ഥലം എന്നിവ ടൈപ്പ് ചെയ്തിട്ടോളുക. എന്താ നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത് വോയിസ് മെസ്സേജ് ആയിട്ട് ഇട്ടോളുക. പിന്നെ എനിക്കൊരു മുഖ്യമായ വിഷയം പറയാനുള്ളത്, ചില പേർ വന്നിട്ട് ടൈം തീർന്ന ശേഷം പേയ്മെന്റ് ഡീറ്റെയിൽസ് അയക്കുന്നുണ്ട്. ലാസ്റ്റ് ഡേ ഇന്ന് ഒരു 10 മണി വരെ, മാക്സിമം 10 മണി വരെ എടുക്കത്തുള്ളൂ. ഇന്നേക്ക് രാത്രി നാളെ ഫുള്ളായിട്ട് പൂജ ഉണ്ടാവും. സോ രാത്രിക്ക് മുന്നേ നിങ്ങൾ പേരുകൾ കൊടുത്തോളുക. ഒരു ചില പേര് പേയ്മെന്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് വന്നിട്ട് ലേറ്റ് ആയിട്ടാണ് ഷെയർ ചെയ്യുന്നത്. അങ്ങനെ അയച്ചിട്ട് എന്താ യൂസ്? പ്ലീസ് നിങ്ങൾ ടൈം തീരും മുന്നേ അയച്ചോളുക. അടുത്ത നാൾ അയച്ചിട്ട് ഒരു യൂസും ഇല്ല കേട്ടോ. എന്നുവെച്ചാൽ പിന്നെ അത് നെക്സ്റ്റ് പഞ്ചമിയിലേക്ക് മാറും. അതുകൊണ്ടാണ് അത്രയും വെയിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. ശരിയാ? ഇന്നത്തെ പതിവ് മഹാ ഉത്സവ നേരം പറഞ്ഞുല്ലോ, ഉഗ്രദൈവങ്ങളുടെ അരുൾക്കായി കൊടുത്ത നേരം, ഒരു ദിവസം എന്ന് തന്നെ പറയാം. കാളി വഴിപാട്, വരാഹിയമ്മൻ വഴിപാട്, അതെല്ലാം നിങ്ങൾക്ക് പ്രത്യേകം കാളി വഴിപാട് സീക്രട്ടായി ചെയ്യുന്നവർക്കും ഇത് ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ചെയ്യാവുന്നതാണ്. ഈ വഴിപാട് വന്നിട്ട് ഓപ്പൺ ആയിട്ട് ആരും പറയാറില്ല. ഞാനിപ്പോ ഒരു സ്വാമിയെ പ്രാർത്ഥിക്കുന്നു, എനിക്ക് ഇങ്ങനെയുള്ള ഫലം കിട്ടുന്നു, അങ്ങനെയൊന്നും ആരും പുറത്ത് പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ല. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നു ചേരുകയുള്ളൂ. ഇപ്പോൾ എന്താച്ചാല് ഇങ്ങനെയുള്ളതൊക്കെ പറയുമ്പോഴേ ഒരു ഭയം വരും. ഇവര് ഇങ്ങനെയുള്ള സ്വാമിയെ പ്രാർത്ഥിക്കുന്നു, ഇവരൊക്കെ എന്ത് ചെയ്യുമോ ഏത് ചെയ്യുമോ എന്ന് നമ്മളെ കണ്ടാലേ ഭയക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇരിക്കുന്നത്. അതിനാൽ ഇതൊന്നും ആരും വെളിയിൽ ഇങ്ങനത്തെ ദൈവത്തെ തൊഴുന്നതൊന്നും പറയത്തില്ല. ബട്ട് കാളിയും ഒരു അമ്മയാണ്. തപ്പ് ചെയ്യുന്നവർക്ക് കാളി ഉഗ്രരൂപിണിയായി, കാളിയായി തന്നെ പ്രവർത്തിക്കും. എന്നാല് തെറ്റൊന്നും ചെയ്യാത്തവർക്ക് അമ്മയായി തന്നെ കാളി കൂടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഭയക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ ചെയ്യേണ്ട ഒരു മുറ എന്താച്ചാല്, മഹാ ഉത്സവ നേരം ഏത് ടൈമിൽ തുടങ്ങി ഏതുവരെ ഇരിക്കുന്നു ഫസ്റ്റ് അത് പറയാം, നോട്ട് ചെയ്ത് വച്ചോളുക. മഹാ ഉത്സവ നേരം വന്നിട്ട് നേത്ത്
ഇന്നലെ 26 രാത്രി 7:15 PM തുടങ്ങി ഇന്ന് രാത്രി 27 രാത്രി 9:45 PM വരെയുള്ള സമയത്ത് മഹാ ഉത്സവ നേരം ഇരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ മഹാ ഉത്സവ നേരത്തില് ജീവിതത്തില് എന്തെങ്കിലും കഷ്ടത്തിൽ ഇരിക്കുന്നേല് ഈ നേരത്ത് ഉഗ്രദൈവതങ്ങൾക്ക് നിങ്ങൾക്ക് വഴിപെടാവുന്നതാണ്. ഏത് ഉഗ്രദൈവത്തിന് വേണേലും വഴിപാട് ചെയ്യാം. വരാഹിയമ്മനോ, കാളി, പ്രത്യുങ്കരാദേവി, മാഷാണി അമ്മൻ. ആ നേരം നിങ്ങൾ ചോദിക്കുന്ന വിഷയം നടത്തി കാണിക്കും. അത് മാത്രല്ല 3 മണി നേരത്തില് 3 hours ആൻസർ കിട്ടും. ചുമ്മാ ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലേ അറിയാം. മഹാ ഉത്സവ നേരം ഫോളോ ചെയ്യുന്നവർക്ക് അതെല്ലാം നന്നായിട്ട് അറിയാം. നമ്മുടെ ചാനലിൽ കുറച്ച് വർഷങ്ങളായിട്ട് ഞാനിത് പകർന്നു പോവുകയാണ്. സോ ഇത് നിങ്ങൾക്ക് നോർമൽ കലണ്ടറിലൊന്നും കിട്ടില്ല. ശരിയാ? എൻ്റെ ഗുരുജി എനിക്ക് പകർന്നു തരുന്നത് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നു. ഈ മഹാ ഉത്സവ നേരം അതുപോലെ ഒന്നാണ്. ഇനി പഞ്ചമിതിഥി ടൈമിങ്സ് കൂടെ പറയാം. ഇന്ന് വൈകുന്നേരം 3:55 PM മേലെ തുടങ്ങി നാളെ വൈകുന്നേരം 8:13 വരെ ഇരിക്കുന്നുണ്ട്. എന്നാലും 12 മണി വരെയും അമ്മയുടെ അരുൾ ഉണ്ടാകും. അതുവരെയും നമുക്ക് അമ്മയെ പ്രാർത്ഥിക്കാവുന്നതാണ്. ശരിയാ? ഇന്നത്തെ പതിവില് ചെയ്യുന്ന മുറ വന്നിട്ട് ബുദ്ധിസത്തിലും ഫോളോ ചെയ്യുന്നുണ്ട്. അതില് ബുദ്ധിസമില് കാളി വഴിപാട്, കാളിക്ക് വന്നിട്ട് വേറൊരു പേരിരിക്കുന്നുണ്ട്. മികവാർന്ന ഒരു വലിയ മാറ്റം നിങ്ങൾക്ക് കിട്ടും മാതിരി ഒരു വഴിപാടാണിത്. ഇതിന് അധികം പൊരുളൊന്നും വേണ്ട. ഒരു ചെറുനാരങ്ങ, ലെമൺ, കൂടെ ഒരു 1 rupees കോയിൻ. ശരിയാ? അത് മാത്രം ഇരുന്നാൽ മതി. ഒരു നല്ല ലെമൺ തന്നെ എടുത്തോളുക. പുള്ളിയില്ലാത്ത വാടാത്ത ഒരു ലെമൺ, ഒന്നേ ഒന്ന് മതി. വീട്ടിന്റെ ആവശ്യത്തിന് നമ്മൾ യൂസ് ചെയ്യാൻ വാങ്ങി വെച്ചിരിക്കുന്നത് എടുത്താൽ മതി. അതിനായിട്ട് ഇനി പുതിയതൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. കൂടെ വന്നിട്ട് 1 രൂപ കോയിന്. ഇത് വന്നിട്ട് നിങ്ങൾ ഇരിക്കുന്ന നാടിന്റെ കോയിൻ എടുത്തോളുക. എബ്രോഡ് ആണെങ്കിൽ അവിടുത്തെ 1 rupees കോയിൻ ഉണ്ടല്ലോ, അതെടുക്കുക. 1 rupees ഇല്ല എന്നെങ്കിൽ മാത്രം 1 രൂപ നോട്ട് എടുത്തോളുക. ഇത് രണ്ടും മാത്രം മതി നിങ്ങൾക്ക്. ശരിയാ? ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ബുദ്ധിസം ഇത് ഫോളോ ചെയ്യുന്നുണ്ടെന്ന്. ഇത് വലിയ ഒരു മാറ്റം തരാൻ പറ്റുന്ന വഴിമുറയാണ്. ഇതില് അമ്മയുടെ ഒരു നാമം ഇരിക്കുന്നുണ്ട്. ഈ നാമം എന്നോ ഇതിനെ മന്ത്രമെന്നോ ഏത് വേണമെങ്കിലും പറയാവുന്നതാണ്. ഇത് വന്നിട്ട് ചൊല്ലുന്നതിന് ഫസ്റ്റ് 1 രൂപ കോയിൻ എടുത്ത് എന്ത് ചെയ്യണം എന്നാല്, നിങ്ങൾ ഏത് വിഷയം ചോദിക്കുന്നു ആ വിഷയം ഫസ്റ്റ് ആ വിഷയം നടന്നു കിട്ടും എന്ന വിശ്വാസത്തോടെ നിങ്ങൾ ഈ 1 രൂപ കോയിൻ എടുത്ത് മഞ്ഞ തുണിയിൽ കെട്ടി പൂജ അറയിൽ വെച്ചോളുക. വരാഹിയമ്മനക്ക് അടുത്ത് വെച്ചോളുക. ഇപ്പോൾ നോട്ട് ചെയ്തോളൂ. അമ്മയുടെ ആ നാമം, ആ മന്ത്രം എന്താണെന്ന് ഞാൻ പറയാം. ഓം കുരുകുല്ലായേ നമഃ. ഓം കുരുകുല്ലായേ നമഃ. ഓം കുരുകുല്ലായേ നമഃ. ഇത് വന്നിട്ട് ഒത്തിരി ശക്തിയുള്ള ഒരു മന്ത്രം. ഓം കുരുകുല്ലായേ നമഃ. ഇത് മാത്രം നിങ്ങൾ ചൊല്ലിയാൽ മതി. ശരിയാ? 1 രൂപ ക്യാഷ് എടുത്ത് വെച്ചിട്ടാണ് ഈ മന്ത്രം ചൊല്ലേണ്ടത്. ഇത് വന്നിട്ട് നിങ്ങൾ സാധാരണമായിട്ട് വായിൽ ചൊല്ലാൻ പാടില്ല. ഈ മന്ത്രം ചൊല്ലാനായിട്ട് ഒരു മുറ ഇരിക്കുന്നുണ്ട്. അത് എങ്ങനെ ചൊല്ലണം വെച്ചാല്, ലെമൺ ഇരിക്കുന്നില്ലേ, അത് എന്തിനെന്നാല് ലെമൺ എടുത്ത് ഞാൻ കാണിക്കുന്ന പോലെ കൈകളിൽ വെക്കണം. എങ്ങനെയെന്നാല് നമ്മുടെ ഫസ്റ്റ് റൈറ്റ് ഹാൻഡിലെ ഫസ്റ്റ് വിരലിനും 4th വിരലിനും ഇടയ്ക്ക്, അതായത് പെരുവിരലിനും മോതിര വിരലിനും ഇടയ്ക്ക് വെക്കണം. ഡെമോ ചെയ്ത് കാണിക്കുന്നുണ്ട്, ശരിയായിട്ട് കണ്ട് മനസ്സിലാക്കിക്കൊള്ളുക. 2 വിരലും ചേർത്ത് ലെമൺ പൊസിഷൻ ചെയ്ത് വെച്ചോളുക. ദെൻ വച്ചതിന് ശേഷം ഞാൻ ചൊല്ലിത്തന്ന മന്ത്രം ഇല്ലയാ, ഓം കുരുകുല്ലായേ നമഃ എന്ന മന്ത്രം ഒരു 108 തവണ ചൊല്ലണം. ശരിയാ? കുറച്ച് ടൈം എടുത്ത് ചെയ്തോളുക. ഏത് കാര്യം നടക്കണോ അത് മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് ആ വിഷയം നടക്കണമെന്ന വിശ്വാസത്തില്
കാളിയമ്മനെ മനസ്സിൽ വിചാരിച്ചിട്ട് നിങ്ങൾ ഈ മന്ത്രം ചൊല്ലണം. ഈ മന്ത്രം വന്നിട്ട് കാളിയമ്മനക്കന്നേ ഉള്ളത്. മനസ്സിൽ അമ്മനെ പ്രാർത്ഥിച്ച് ഈ മന്ത്രം ലെമണ് ഈ പൊസിഷനിൽ വച്ച് 108 മുറ ഈ മന്ത്രം ചൊല്ലണം. ദെൻ ഈ ലെമൺ എടുത്തിട്ട് പോയി പൂജയറയിൽ വെച്ചോളുക. ഇത് മാത്രം നിങ്ങൾ ചെയ്യൂ. കറക്റ്റ് 3 മണി നേരത്തില് നിങ്ങൾക്ക് എന്ത് വിഷയത്തിനായിട്ട് നിങ്ങൾ ചോദിച്ചുവോ അതിനുള്ള ആൻസർ കിട്ടിയിരിക്കും. അത് എവിടെ നിന്ന് എന്ത് മിറാക്കൾ നടത്തിയിട്ടായാലും അത് കറക്റ്റായിട്ട് കിട്ടും. അത്രയ്ക്കും ഒരു പവർ ഉള്ളതിനാലെയാണ് ബുദ്ധിസം ഒത്തിരി സ്ട്രോങ് ആയ മുറയായിട്ട് ഇത് വന്ന് ഫോളോ ചെയ്ത് പോരുന്നത്. ഇത് വന്നിട്ട് ഓരോരോ ടൈം അമാവാസ്യക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. കാളിയമ്മയ്ക്ക് വഴിപാടിന് ഏതൊക്കെ ടൈം ഇരിക്കുന്നുവോ അതൊന്നും നിങ്ങൾ മിസ് ചെയ്യാതെ ഈ മുറ വന്ന് ചെയ്തോളുക. ഇത് വന്ന് ഇന്ന് മഹാ ഉത്സവ നേരം, ഉഗ്രദൈവങ്ങൾ നമുക്ക് തരുന്ന അരുളിനു വേണ്ടിയിട്ടുള്ള നേരം. ഈ നേരം നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്തോളുക. സപ്പോസ് ഈ മഹാ ഉത്സവ നേരം നിങ്ങൾ മിസ് ചെയ്യുന്നവരാണെങ്കിൽ പിന്നെ എപ്പോൾ ഇത് ഫോളോ ചെയ്യാവോ എന്ന് ചോദിച്ചാൽ അതിന് എപ്പോൾ ചെയ്യണമെച്ചാൽ അമാവാസ്യ വെള്ളി ദിവസങ്ങളിൽ, വെള്ളിയാഴ്ചയും അമാവാസ്യ ദിവസങ്ങളിൽ മാത്രം ഇത് ചെയ്തോളുക. മഹാകാളിക്ക് എന്നുള്ള ദിവസവും ചെയ്യാവുന്നതാണ്. പിന്നെ നോൺ വെജ് ഡേ ഫുള്ളായിട്ട് കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ പീരിയഡ്സ് ടൈം, പുലവാലയം എന്നുള്ള ഒരു ഇത് ചെയ്യരുത്. ഇനി വേറെ ഡൗട്ട് പലരും ചോദിക്കുന്നുണ്ട്, പരിഹാരം വഴിപാട് ചെയ്ത് കഴിഞ്ഞിട്ട് നോൺ വെജ് കഴിക്കാമോ എന്ന്. ദയവ് ചെയ്ത് അങ്ങനത്തെ തെറ്റുകളൊന്നും ചെയ്യാതിരിക്കുക. ഈ പരിഹാരം ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഉത്സവ നേരത്തിൽ അമ്മനക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ദയവ് ചെയ്ത് നോൺ വെജ് ഒന്നും കഴിക്കാതിരിക്കുക. ശരിയാ? 3 അവേഴ്സിൽ 3 അവേഴ്സിൽ നിങ്ങൾക്ക് ഒരു മാജിക് തന്നെ നിങ്ങളുടെ ലൈഫിൽ നടക്കും. വിശ്വാസത്തോടെ നിങ്ങൾ ഇത് ചെയ്തോളുക. തീർച്ചയായിട്ടും ഒരു മിറാക്കിൾ തന്നെ നടന്നിരിക്കും. നിങ്ങൾ ചോദിക്കുന്ന കാര്യത്തിൽ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ശരിയാ? ഇതെല്ലാം ചെയ്തതിന് ശേഷം ഈ നമ്മൾ മഞ്ഞ തുണിയിൽ പൊതിഞ്ഞു വെച്ചില്ലയോ ക്യാഷ്, 1 രൂപ കോയിന്, അതും ലെമണും എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാല് ആ 1 റുപ്പീസ് വന്നിട്ട് വീടിന്റെ പക്കത്തുള്ള കാളി കോവിലുണ്ടല്ലോ, കാളിയമ്മയുടെ കോവിലുണ്ടല്ലോ, കാളിയമ്മയുടെ കോവിലിരുന്നാൽ അവിടെ കൊണ്ട് അതും നിങ്ങൾ ആവശ്യപ്പെട്ട വിഷയം നിങ്ങൾക്ക് നടന്നു കിട്ടിയതിന് ശേഷം മാത്രമേ ഗുണ്ടിയിൽ കൊണ്ടുപോയി ഇടാവൂ. ശരിയാ? ഇപ്പം കാളിയമ്മനോട് ക്ഷേത്രം ഇല്ല എങ്കിൽ അമ്മൻ കോവിൽ ഇരിക്കുമില്ലേ, അമ്മൻ കോവിലിൽ ഗുണ്ടിയലിൽ കൊണ്ടുപോയി ഇട്ടോളുക. അല്ലെങ്കിൽ വരാഹിയമ്മനോടെ കോവിലിൽ ഇട്ടോളുക. അത് നിങ്ങൾക്ക് ഏതാ ഉചിതമെന്ന് തോന്നി ചെയ്തോളുക. ശരിയാ? എഗെയിൻ റിപ്പീറ്റ് ചെയ്യാം, നിങ്ങൾ പ്രാർത്ഥിച്ച കാര്യം നടന്നതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാവൂ. പിന്നെ ലെമൺ വീട്ടിൽ അങ്ങനെ തന്നെ വയ്ക്കുക. കാരണം നമ്മൾ ചോദിക്കുന്ന കാര്യം നടക്കാത്തതിന് വീടിനും ഒരു കാരണം ഇരിക്കുന്നുണ്ടാവും. കൺദൃഷ്ടി, കാര്യതടസ്സം, ഇതെല്ലാം എടുക്കുന്നതാണ് ഈ കനി, രാജക്കനി എന്ന് അറിയപ്പെടുന്ന നമ്മുടെ ലെമൺ, നാരങ്ങ. സോ അത് അങ്ങനെ തന്നെ വച്ചോളുക. എല്ലാം റിമൂവായി കിട്ടുന്നതാണ്. നല്ല കാഞ്ഞതിന് ശേഷം മാത്രം ലെമൺ എടുത്ത് ദൂരെ കളയുകയോ അല്ലെങ്കിൽ കാൽപ്പെടാത്ത ഇടത്തിലോ ചെടിയുടെ ഇടത്തില് ഓടുന്ന വെള്ളത്തിലോ നിങ്ങൾക്ക് കളയാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. വേറൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല മാറ്റം നിങ്ങൾക്ക് നടന്നു കിട്ടും. വരാഹിയമ്മനെയും മാഷാണിയമ്മനെയും കാളിയമ്മനെയും ഒക്കെ നിങ്ങൾ വഴിപെടുമ്പോൾ നിങ്ങൾക്ക്, അതും ഈ ഉത്സവ നേരത്തിൽ നിങ്ങൾ വഴിപെടുമ്പോൾ അതിന്റെ ബലം എന്നത് നിങ്ങൾ 3 മണിക്കൂറിൽ അത് അനുഭവിച്ചറിയും. തുടർച്ചയായി നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അത് നന്നായിട്ട് അറിയാം. അവരുടെ റിക്വസ്റ്റ് കൊണ്ടാണ് ഞാൻ ഈ ഉത്സവ നേരം ഇത് ഇന്നത്തെ പതിവ് പോസ്റ്റ് ചെയ്യുന്നത്. സോ എല്ലാവരും ഇന്നത്തെ ഈ ഉത്സവ നേരം നന്നായിട്ട് യൂസ് ചെയ്തോളുക. പറഞ്ഞതിൽ ഡൗട്ടൊന്നും ഇല്ലാന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചോളുക. പതിവ് പിടിച്ചിരുന്നാൽ ഒരു ലൈക്ക് തരണേ. കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പ്സിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.